സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ PR നേടി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴികളിലൂടെ ഓക്കെ ഓസ്ട്രേലിയക്ക് ഏതാണ് ഏറ്റവും എളുപ്പത്തിനുള്ള ഓക്കെ ഓസ്ട്രേലിയയിലേക്ക് എത്തിപ്പെടാൻ? എത്തിപ്പെടാൻ എപ്പോഴും ഫാസ്റ്റായിട്ട് നടക്കുന്ന സ്റ്റുഡൻറ്റ് വിസ. ഈ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ചുമ്മാ നമ്മുടെ UK കൂട്ടോ കാനഡയുടെ കൂടെ പോകാൻ പറ്റില്ല. ഒന്നാമത് പേരൻസ് ITR ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. അവർക്ക് അതിനുള്ള ഇൻകം കൃത്യമായിട്ട് 2-3 വർഷത്തെ കാണിച്ചിരിക്കണം. പോയാൽ തിരിച്ചു വരും എന്നുള്ള ഒരു എലിജിബിലിറ്റിയാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കുന്നത്. അതായത് ജെന്യുവിനായിട്ട് അവിടെ പോയി പഠിച്ച് വന്ന് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം. അതാണ് അവരുടെ അസസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഫിനാൻഷ്യൽസ് കാര്യങ്ങളെല്ലാം തിരിച്ചു വരും എന്നുള്ള സിസ്റ്റംസ് ഉണ്ടാണ്. അപ്പോൾ ഇത്രത്തോളം ഫിനാൻഷ്യൽസ് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഓസ്ട്രേലിയയുടെ വിസയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോലും അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയക്ക് വന്ന് പഠിക്കാം. പഠിക്കേണ്ട സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി അല്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന മലയാളി പേരൻസിനാണ് ഏറ്റവും പ്രശ്നമുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സത്യസന്ധത കാരണം, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ നന്നായി പഠിക്കണം എന്നുള്ള കാരണമാണ് അത് ചൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കൊണ്ടുവിടും. പക്ഷേ ഈ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലങ്ങളൊന്നും PR-നെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. അന്ന് ഞാൻ ആ കമൻറ്റ് പറഞ്ഞ പോലെ സിഡ്നി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. സിഡ്നിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ സ്ഥലവും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 3,60,000 കുട്ടികളാണ്. ഇന്നത്തെ ദിവസം ഏകദേശ കണക്ക് 360 സംതിങ്ങാണ് പഠിക്കുന്നത്. ആ സ്റ്റേറ്റിന് ഒരു വർഷം PR കൊടുക്കാനുള്ള സീറ്റ് 3,600 3,60,000 3,600 അന്തരം. ഇത് മാത്രമേ ഇത്രയുള്ളൂ ഇതിൻ്റെ ആൻസേഴ്സ്. അതിൻ്റെ അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇത്രയും തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടികൾക്ക് ഇവർക്ക് അറിയാൻ സാധിക്കണം. സിഡ്നിയിൽ പോയി കഴിഞ്ഞാൽ ആ 3,600 ഈ 3,60,000 എത്തണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. 0.1% അത് പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഈ 3,600 കൊടുക്കാൻ പറ്റില്ല. വെളിയിലുള്ള ആൾക്കാരെ അവർക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഓൾറെഡി ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഓഫ്ഷോർ ഇൻവിറ്റേഷൻസ് നമ്മുടെ ഇവിടുത്തെ നഴ്സസിനും സോഷ്യൽ വർക്കേഴ്സിനും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പകുതി പിള്ളേർക്കാണ് കിട്ടാൻ. 3,800 അല്ലെങ്കിൽ 3,600 പകുതി കിട്ടുമ്പോൾ 1,800 പിള്ളേർക്കാണ് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ.